ഞാനിന്ന് ട്രിവാൻഡ്രം വരെ പോവുകയാണ്. അപ്പം കൊല്ലത്തോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ബേഡുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ ഇന്ന് കാണിക്കാം. സ്കൂളിലേക്കാണ് നമ്മൾ ഈ ബേഡുകൾ കൊടുക്കുന്നത്. ഒരു ഓപ്പൺ ഏവേരിയയിലേക്ക് വേണ്ടിയുള്ള കുറച്ച് ബേഡുകൾ. ഇപ്പം കേജിൻ്റെ പണി കഴിഞ്ഞെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബേഡുകൾ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബേഡുകളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. അവിടെ വന്നപ്പോഴത്തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, അവിടെ ഏറ്റവും കൂടുതൽ പെറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് പെറ്റ്സിൻ്റെ കളക്ഷനുള്ള ഒരു സ്കൂളാണ്. ചിലപ്പം കേരളത്തിൽ തന്നെ അപൂർവങ്ങളായിട്ടുള്ള ഒരു സ്കൂളായിരിക്കും. പെറ്റ്സ് ഒരുപാട് കാറ്റഗറികളുണ്ട്. ബേഡ്സുകളുണ്ട്. ഡോഗ് തന്നെ, ഈ കാണുന്ന ഡോഗുകളൊക്കെ അവർ വളർത്തുന്ന ഡോഗുകളാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഏവേരി തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടനും പിന്നെ അല്ലാതെ അത്യാവശ്യം ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല രീതി ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടിപ്പോയി. ഒരുപാട് കാണേണ്ട കാഴ്ചകൾ തന്നെ ആ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിനോട് പ്രത്യേകം എന്താ പറയുന്നത്, നമ്മൾ നന്ദി. കാരണം ഒരു സ്കൂളിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ തന്നെ അത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാ സ്കൂളുകാർക്കും അല്ലെ എല്ലാ മാനേജ്മെൻറ്റിനും അത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് അത്രയ്ക്കും നല്ലൊരു കാര്യം തന്നെയാണ്. പെറ്റ്സിനെ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് അത് വലിയ ഇൻട്രസ്റ്റ് ആയി മാറും. അപ്പോൾ ഏവേറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കിളികളിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊനോറുകളും, അതിനകത്ത് ഗ്രീൻ ചിക്കുണ്ട്, യെല്ലോ സൈഡ് കൊനോറുണ്ട്, പൈനാപ്പിൾ കൊനോറുണ്ട്, ബ്ലൂ ഗ്രീൻ ചിക്ക്, അങ്ങനെ ഒരു 4-5 വെറൈറ്റി ആയിട്ടുള്ള സ്മോൾ കൊനോറുകളും കുറച്ച് കൊക്ടെയിൽ വെറൈറ്റീസും ഉണ്ടായിരുന്നു. കൊക്ടെയിൽ വെറൈറ്റീസിന് ഗ്രേ ഉണ്ട്, ലുട്ടിനോ ഉണ്ട്, പേളുണ്ട്, പൈഡുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് എന്നുള്ള രീതി ആ കേജിൽ ഫസ്റ്റ് ടൈമാണ് ബേഡുകളെയൊക്കെ ഇടുന്നത്. അപ്പം അതൊന്ന് സെറ്റ് ചെയ്ത് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി ബേഡുകൾ അവർ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസ് ഫ്യൂച്ചർ വരുന്നുണ്ട്. അത്യാവശ്യം ഇതിനകത്ത് ബ്രീഡിംഗ് ബോക്സുകളും ഫ്രൂട്ട്സുകളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഭംഗിയാക്കിയാണ് കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു 18 അടി നീളവും ഒരു 8 അടി വീതിയും വരുന്ന, ഒരു 6 അടി ഹൈറ്റ് വരുന്നൊരു ഏവിയറിയാണ്. അത്യാവശ്യം നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് ബേഡിനെയൊക്കെ ഒന്ന് അതിനകത്തുനിന്ന് റിലീസ് ചെയ്യണം. കൊച്ചു ഡോറുകളാണ് അതിനകത്ത് സെറ്റ് ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ കേജിനകത്ത് കയറി ഓരോ ബേഡ്സിനെയും ഫ്രീ ആക്കി വിട്ടു. അതിന് അത്യാവശ്യം നല്ല രീതി പറന്നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏവേറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പകൽ എന്തായാലും നല്ലൊരു കാഴ്ച തന്നെ അവിടുത്തെ കുട്ടികൾക്ക് കിട്ടും. കാരണം അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉണ്ട് ആ കേജിന്, വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ ബേഡിനായിട്ട് നമ്മളത് ഫ്ലൈ ചെയ്യിച്ചാണ് നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏവേറി സെറ്റ് ചെയ്യുന്ന ബേഡുകൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇവരുടെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കുടിക്കുന്ന വെള്ളം തന്നെയാണ്. കുടിക്കുന്ന വെള്ളം നല്ല രീതിയിൽ ഇത് കുടിക്കാൻ പറ്റിയൊരു പോയിന്റ്, അത് കുളിക്കുന്ന ഒരു ഏരിയയിലോട്ട് കൊടുക്കാതിരിക്കുക. കാരണം ഇവർ കൂടുതലും കാഷ്ടിക്കുക, അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കിളികളെ ഇടുന്ന കേജിനകത്ത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ വേറെ കിളികളെ ഇടുമ്പോൾ ഒറ്റ അടിക്ക് ഇതോടൊക്കെ തന്നെ റിലീസ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടൊക്കെ ഒരു കൊച്ചു കേജിനകത്ത് അതിനെ വെച്ചിട്ട് ഇവരെ മിങ്കിൾ ചെയ്യിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം പുതിയ കിളികൾ റിലീസ് ചെയ്യുക. അല്ലെങ്കിൽ പഴയ കിളികൾ ഇവരെ അറ്റാക്ക് ചെയ്യാനും ഫുഡ് കഴിക്കാതിരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കിളികൾ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഏവേറി സെറ്റ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പിന്നീട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പഴയ കിളികൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ പുതിയ കിളികളെ ഒരു മ്യൂച്വലാക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇത് കൊനോർ വെറൈറ്റീസാണ്. അത്യാവശ്യം ടേംഡ് കൊനോറുകളും ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം സെറ്റിൽഡ് ആയി കഴിഞ്ഞ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ഇതിനകത്ത് ബ്രീഡ് ആവുന്നുണ്ട്. പിന്നെ എലിയാണ് നമ്മുടെ വേറൊരു വില്ലൻ എന്ന് പറയുന്നത്. എലി ഏറിയാൽ തന്നെ ഏവിയറുകളുടെ അവസ്ഥയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ബ്രീഡ് ചെയ്യാൻ പേടിയായിരിക്കും. ബേഡ്സുകളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ കൂടുതലും ഈ ഫുഡുകൾ നൈറ്റ് സമയത്ത് കൂടുതലും എടുത്ത് മാറ്റുന്നത് നന്നായിരിക്കും. പിന്നെ കൂടുതലും ഫുഡുകളുടെ വേസ്റ്റുകൾ കൂടിനകത്ത് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു 2-3 കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ആഹാരം കഴിക്കാൻ വരുന്ന എലികൾ ബേഡിനെ അറ്റാക്ക് ചെയ്യും, ബേഡിൻ്റെ കുട്ടികളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയൊക്കെ പിന്നെ ഇത് എഗ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരുപാട് നമുക്കിങ്ങനെ കുറച്ച് നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കംപ്ലയിൻസുകൾ ഈ ഏവിയറിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. മഴ സമയത്ത് അത്യാവശ്യം ഒരു 40 വാട്ട്സിൻ്റെ ബൾബൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ മാറി കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ അത്യാവശ്യം കറക്റ്റ് ആവും. കൂടിനകത്ത് ഇച്ചിരി ഹൈറ്റുള്ള ഏരിയയിൽ നല്ല കട്ടിയുള്ള വയർ കോട്ടിങ് രീതിയിൽ എന്തെങ്കിലും കടിക്കാത്ത രീതിയിലുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ ഏവിയറിൽ ബേഡ്സിനെ കേട്ടിട്ട് നമ്മൾ വീണ്ടും തിരിച്ചിട്ട് ട്രിവാൻഡ്രത്തേക്ക് യാത്രയാവും. അപ്പോൾ മക്കളുമാർ 3 പേരും ഉണ്ട് വണ്ടിയിൽ, വൈഫും ഉണ്ട്. നമ്മൾ ഈ ബേഡ്സിനെയൊക്കെ എടുക്കാൻ പോകുമ്പോൾ എന്നെക്കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് എൻ്റെ മക്കളുമായിരിക്കും. അപ്പോൾ അവരെ കൂടെ കൊണ്ടുപോകുക, അവർ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ കൂടുതലും പെറ്റ്സുകളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക. കാരണം അവരും എൻ്റെ കൂട്ട് തന്നെ ഒരു പെറ്റ്സ് ലവറായി മാറാൻ വേണ്ടിയാണ്. നമുക്കതിന് സന്തോഷം തന്നെയുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.